പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്ന ആത്മീക യുദ്ധത്തെക്കുറിച്ച്, പോരാട്ടങ്ങളെക്കുറിച്ച് നമുക്കൊരു ശരിയായ ധാരണ കൃത്യമായി ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം ഈ ആത്മീക പോരാട്ടങ്ങളെല്ലാം തന്നെ തീർത്തും ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ നേരെ ആഞ്ഞടിക്കുന്നത്. അപ്പോൾ ആ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. എന്തിനാണ് ഈ പോരാട്ടം നമ്മുടെ മേലെ എന്ത് ചെയ്യുന്നത്? ആഞ്ഞടിക്കുന്നത് എന്ന് നമുക്കൊരു അറിവ് ഉണ്ടായിരിക്കണം. മാത്രമല്ല, ശത്രുക്കളെക്കുറിച്ച്, അവരുടെ ബലത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചെറുത്തുനിൽപ്പ് നടത്താനും പ്രതിരോധിക്കാനും കഴിയുകയുള്ളൂ. മാത്രമല്ല, നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരിക്കണം. ആയുധങ്ങൾ 2 നിലയിലുള്ള പ്രധാനപ്പെട്ട ആയുധങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഒന്ന്, ചെറുത്തു നിൽക്കാനും പ്രതിരോധിക്കാനും. 2, തിരികെ ആക്രമിക്കാനും. അപ്പോൾ ഇത്തരത്തിൽ ആയുധങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. മാത്രമല്ല, ഇവിടുത്തെ ജയത്തിൻ്റെയും തോൽവിയുടെയും പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് കൃത്യമായ ഒരു അവബോധം ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർത്തും ഈ ആത്മീക യുദ്ധത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഏറ്റവും വലിയ ശത്രുവായ പിശാച് നമ്മുടെ മേൽ ആഞ്ഞടിക്കുന്നതിൽ, പിശാചിന്റെ നമ്മുടെ മേലുള്ള ആഞ്ഞടിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ തന്ത്രമാണ്. എന്താണ് തന്ത്രം? പിശാച് നമ്മെ തകർക്കുന്നത് തന്ത്രത്തിലൂടെയാണ്. വഞ്ചനാപരമായ തന്ത്രങ്ങളിലൂടെ, ഉപായത്തിലൂടെയാണ് ദൈവജനത്തെ എന്ത് ചെയ്യുന്നത്? പിശാച് തകർക്കുന്നത്, വഞ്ചിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പിശാചിന്റെ അനേകം തന്ത്രങ്ങളെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട, വളരെ ശ്രദ്ധിക്കേണ്ടുന്ന, വളരെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന, എന്നാൽ വേഗത്തിൽ ഇത് തിരിച്ചറിയാൻ കഴിയാത്തതുമായ ഒരു വഞ്ചനയാണ്, ഒരു തന്ത്രമാണ് പ്രലോഭനം എന്ന് പറയുന്നത്. ദൈവമക്കൾ കേട്ടോ, എന്താണ് പ്രലോഭനം? നമ്മുടെ ജീവിതത്തിന് നേരെ നമ്മെ തകർത്ത് കളയുന്ന ഏറ്റവും അപകടകരമായ ഒരു പൈശാചിക തന്ത്രമാണ്, നമ്മുടെ എതിരെയുള്ള ആയുധമാണ് എന്തോന്ന്? പ്രലോഭനം. പ്രലോഭനത്തിന്റെ വഞ്ചന എന്താണ്? അതിന്റെ തീവ്രത എന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഹവ്വ അമ്മച്ചിയുടെ നേരെ ഉപയോഗിക്കുന്നതും, തുടർന്ന് നമ്മുടെ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും നമ്മുടെ കർത്താവിന് നേരെ ഉപയോഗിക്കുന്നതും ഇതേ ആയുധമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രലോഭനം എന്ന വഞ്ചന. ഹവ്വ അമ്മച്ചി കർത്താവിൽ നിന്നും മെസ്സേജ് ലഭിച്ചിരിക്കുകയാണ്. എന്താണ് മെസ്സേജ്? ഈ തോട്ടത്തിന്റെ നടുവിൽ 2 വൃക്ഷങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ട. അതിൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം അത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു കാരണവശാലും കഴിക്കരുത് എന്നുള്ളത് കർത്താവിൽ നിന്ന് കൽപ്പന ലഭിച്ചിരിക്കുകയാണ്. എന്താ കാരണം? അത് കഴിക്കുന്ന ദിവസം തന്നെ എന്ത് ചെയ്യും? നിങ്ങൾ മരണപ്പെടും എന്നുള്ളൊരു ബോധ്യം ദൈവം അവർക്ക് കൊടുത്തിരിക്കുക. ഈ ബോധ്യത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഹവ്വ അമ്മച്ചി ജീവിച്ചു വരുന്നത്. പക്ഷെ ഒരു ദിവസം ദുഷ്ടനായ പിശാച് ഇവരുടെ അടുക്കലേക്ക് നുഴഞ്ഞ് കയറി വരികയും, നിങ്ങൾ ഇത് ഭക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല, മാത്രവുമല്ല നിങ്ങൾ മരിക്കത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പറയുകയും ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ ഈ ഫലത്തെക്കുറിച്ച്, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലത്തെക്കുറിച്ചുള്ള ഹവ്വ അമ്മച്ചിയുടെ നിലപാട് എന്താണ്? ദൈവം സംസാരിച്ച കൽപ്പനയിൽ നിന്നും ഉളവാക്കപ്പെട്ടൊരു നിലപാടുണ്ട്, ഒരു തീരുമാനമുണ്ട്. എന്താണ് തീരുമാനം? അത് പറിച്ചു തിന്നാൽ ഞങ്ങൾ മരിക്കും, മാത്രമല്ല അത് തൊടുകയും അരുത് എന്ന്. കർത്താവ് തൊടരുത് എന്ന് കൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ ഭയം, അല്ലെങ്കിൽ ആ ദൈവം കൽപ്പിച്ച കൽപ്പന നിമിത്തം അമ്മച്ചി തന്നെ ഒരു നിലപാടിൽ എത്തിയിരിക്കുകയാണ്. എന്താണ്? തൊടുകയും അരുത്. ഈ നിലപാടിനെ അല്പസമയം കഴിഞ്ഞപ്പോൾ നമുക്കതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം നേടാൻ അഭികാമ്യമെന്ന് കണ്ട് സ്ത്രീ അതെന്ത് ചെയ്തു? പറിച്ച് തിന്നു. കണ്ടോ? തൊടരുത് എന്ന് പറഞ്ഞിരുന്ന വൃക്ഷഫലത്തെ തൊടുക മാത്രമല്ല, അത് കാണാൻ നല്ലത്. നിങ്ങൾ നോക്കിക്കേ, അത് കാണാൻ നല്ലത്. പിന്നെന്താണ്? മരണം കൊണ്ട് വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്ന ആ ഫലം കാണാൻ നല്ലത്, കഴിക്കാൻ നല്ലത്, പിന്നെ ജ്ഞാനം പ്രാപിപ്പാൻ നല്ലത്. കണ്ടോ? ഇതെങ്ങനെ സംഭവിച്ചത്? അമ്മച്ചി വഞ്ചിക്കപ്പെടുകയാണ്. ഏതിനാൽ വഞ്ചിക്കപ്പെടുകയാണ്? നിങ്ങൾ മരിക്കുകയില്ല,
നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന പ്രലോഭനപരമായ വഞ്ചനയിലൂടെ, കൗശലത്തിലൂടെ, ഉപായത്തിലൂടെ അമ്മച്ചി എന്ത് ചെയ്യപ്പെടുകയാണ്? വഞ്ചിക്കപ്പെടുകയാണ്. ഞാൻ സ്നേഹത്തോടെ ദൈവജനത്തോട് ഓർമ്മപ്പെടുത്തട്ടെ, പ്രലോഭനത്തിന്റെ ഏറ്റവും വലിയ വഞ്ചന എന്താണ്? നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും നാം അകന്നും വേർതിരിഞ്ഞും അല്ലേ മാറ്റമുള്ളവരായി, നാം ദൈവത്തിന് വേർതിരിഞ്ഞിരിക്കുന്നു, വിശുദ്ധർ അല്ലേ, വേർതിരിയപ്പെട്ടവർ. അപ്പോൾ നാം ദൈവത്തിന് വേർതിരിയപ്പെട്ടവരായി വിശുദ്ധരായി തുടരുമ്പോൾ നമുക്ക് ചേർച്ചയില്ലാത്തത് എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ ബോധ്യമുള്ള ചിലതുണ്ടല്ലോ. ജീവിതത്തിൽ ലൗകികമായ സുഖങ്ങൾ, ലൗകികമായ ഇഷ്ടങ്ങൾ, ഈ ലോകത്തോടുള്ള ഇമ്പങ്ങൾ, താല്പര്യങ്ങൾ പലതും. പക്ഷേ ഇത്തരത്തിലുള്ള മെസ്സേജ്, ഈ ഉപായത്തിന്റെ മെസ്സേജ്, വഞ്ചനയുടെ മെസ്സേജ് നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രലോഭനത്തിന്റെ വിഷം കുത്തി വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? നമുക്ക് എന്താണോ മാറ്റി നിർത്തേണ്ടത്, നമ്മൾ എന്തിനോടാണോ മാറി നിൽക്കേണ്ടത്, വേർപാട് അനുഷ്ഠിക്കേണ്ടത്, ആ വേർപാട് അനുഷ്ഠിക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തിന്റെ അകത്തേക്ക് എന്ത് ചെയ്യുമെന്നറിയാമോ? ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കും. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം, എന്താണ് കുഴപ്പം? ഇവയും കൂടി ഉണ്ടായാൽ എന്താ കുഴപ്പം? ഇവയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയല്ലേ? ദൈവം ചെയ്തിരിക്കുന്നത്, ദൈവം തന്നിരിക്കുന്നത് എല്ലാം നല്ലതാണ്. ഇതിനെ ഒന്നും മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നും ഇല്ല. കണ്ടോ, നിലപാട് മാറി. ഇത് മരണം കൊണ്ട് വരും, മരണം കൊണ്ട് വരുന്നതാണ്, അതിനെ ഒഴിവാക്കേണ്ടതാണ്, തുടരുതെന്നായിരുന്നു അതിന്റെ നിലപാട്. പക്ഷെ പ്രലോഭനത്തിന്റെ വിത്ത്, പ്രലോഭനത്തിന്റെ വിഷം അകത്ത് വീണ് കഴിഞ്ഞപ്പോൾ ചിന്ത മാറുകയാണ്. മാറിയിട്ട് എന്താ പറയുന്നത്? ഇതും കൂടി അനുഭവിച്ചാൽ, ഇതും കൂടി ചുമന്നാൽ ഇപ്പോൾ എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് മനസ്സിലായോ? ക്രൂശിന്റെ ശത്രുക്കളെ കുറിച്ച് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ അതിന്റെ അവസാന ഭാഗങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നുണ്ട്. അവരുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഇങ്ങനെ: അവർക്ക് ലജ്ജയായതിൽ മാനം തോന്നുന്നു. ദൈവമക്കളെ, ദൈവജനത്തിന് ലജ്ജയായത്, ദൈവജനത്തിന് മാറ്റി നിർത്തേണ്ടത്, ദൈവജനത്തിന് ചേർച്ചയില്ലാത്തത് ചിലത് ഉണ്ട്. ഇങ്ങനെ ചേർച്ചയില്ലാത്തതിനോട് ചേർന്നും ഇതൊക്കെ നമ്മൾ നടന്നാൽ അത് നമുക്ക് മരണവും അസ്വസ്ഥതകളും ഉളവാക്കി കൊണ്ടുവരും. പക്ഷേ ഈ പ്രലോഭനത്തിന്റെ മെസ്സേജുകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ, അത് തന്നെ നമ്മൾ വഹിച്ചുകൊണ്ടിരുന്നാൽ, ഇതൊന്നും നമുക്കൊരു കുഴപ്പമായി എന്ത് ചെയ്യുകയില്ല, തോന്നുകയില്ല. അതുകൊണ്ട് ദൈവജനത്തോട് ഞാൻ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തട്ടെ, പിശാച് ഇന്ന് 2 കൊമ്പും കറുത്ത രൂപവുമായിട്ടൊന്നും നമ്മുടെ അടുക്കൽ വന്ന് വശീകരിക്കുകയില്ല. നാം കേൾക്കുന്ന ക്രിസ്തീയമായ മെസ്സേജുകൾ എന്ന് തോന്നുന്നത്, ആത്മീയരെന്ന് തോന്നുന്ന, ഭക്തന്മാരെന്ന് തോന്നുന്ന, ദൈവത്തിന് ദാസന്മാരെന്ന് തോന്നുന്നവർ തന്നെയാണ് നമ്മോട് ഈ വഞ്ചനയുടെ മെസ്സേജും ഇന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. പ്രിയരെ, ലോകത്തെ സ്നേഹിക്കാൻ, ഈ ലൗകികതയിലുള്ള എല്ലാം നമ്മുടെ അനുഗ്രഹമാണെന്നും അവ നമുക്ക് ഇല്ലാതിരിക്കുന്നത് ശാപമോ നഷ്ടമോ വഞ്ചനയാണെന്നും, നിങ്ങളൊരു കഷ്ടത്തിലൂടെയോ ദാരിദ്ര്യത്തിലൂടെയോ വേദനയിലൂടെ കടന്നു പോകുന്നത് ശരിയല്ല എന്നും, നിങ്ങൾ ഇതെല്ലാം പ്രാപിച്ച് ഏറ്റവും ഉന്നതവും ഉയർന്നതുമായ ശ്രേണിയിൽ തുടരണം എന്നുമൊക്കെ നമ്മെ വഞ്ചിക്കുന്ന പ്രലോഭനത്തിന്റെ മെസ്സേജുകൾ ആണ് നിങ്ങൾ നിരന്തരം കേൾക്കുന്നത് എന്ന് നിങ്ങൾ വന്നാൽ, പ്രിയരെ, നമ്മൾ ചതിക്കപ്പെടുകയാണ്. നമുക്കൊരു രോഗവും വരാൻ പാടില്ല, ഒരു കഷ്ടം വരാൻ പാടില്ല, ഒരു ദാരിദ്ര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മോട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വഞ്ചനയുടെ മെസ്സേജാണ്. ഈ ശബ്ദം നിങ്ങൾ കേൾക്കരുത്. നമുക്ക് മറുപടി ഉള്ളത്, നാം കടന്നു പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ്, ദൈവത്തിന്റെ ഹിതത്തിലാണ്. എൻ്റെ ദൈവം എന്നെ കടത്തിക്കൊണ്ടുപോകുന്ന എല്ലാ സാഹചര്യവും എനിക്ക് ഏറ്റവും നല്ലതാണ്. ദൈവം എനിക്ക് നല്ലതല്ലാത്തൊരു സാഹചര്യത്തിലൂടെയും കടത്തിക്കൊണ്ടു പോവുകയില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു വർജനത്തിന്റെ കീഴിലാണ്. ഏതാണ്? പ്രപഞ്ച മോഹവും ഭക്തികേടും വർജിച്ചിട്ട്. പ്രിയരെ, നമ്മെ വഞ്ചിക്കുന്നത് തിരികെ ഈ പ്രപഞ്ചമോഹങ്ങളിലേക്ക്, ഈ വഞ്ചനയിലേക്ക് തിരികെ കൊണ്ടുപോകാനാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടെ ഈ വഞ്ചനയിൽ നിന്നും എന്ത് ചെയ്യാം? ഒഴിഞ്ഞ് നിൽക്കാം. പ്രലോഭനം നമ്മുടെ നിലപാടുകളെ മാറ്റി കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നും നമ്മെ അകറ്റി കളയുന്നതാണ്. ഒരിക്കലും ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്.